ഒന്നാമത്തെ കാരണം ഹംദ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഹംദ് എന്തുകൊണ്ട്? നാളെ പരലോകത്തിൽ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഭാരം അറിയുന്നത് എപ്പോഴാ? ആ വാക്കിന്റെ ഭാരം നമ്മൾ തിരിച്ചറിയും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാനല്ല, പ്രയോജനകരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ. കേൾക്കുന്ന അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ, എനിക്കും നിങ്ങൾക്കും. കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കാരപ്പാലിരുന്ന് പൊട്ടിക്കരയാ. ഹബീബായ നബി ചോദിച്ചു, ആയിഷ കരയുന്നതെന്തിനാ? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, യാ റസൂലല്ലാഹ്, പരലോകമൊത്തിട്ട് കരഞ്ഞതാ നബിയേ. ഇതാണ് വീട്, ഇതാണ് പ്രതിഭാലോകത്തിന്റെ ആഖിറത്തിന്റെ കുടുംബം. ഭർത്താവ് പള്ളിയിൽ നിസ്കാരത്തിന് പോയി, വീട്ടിലിരിച്ച് നിസ്കരിക്കുന്ന ഭാര്യ പരലോകമൊത്തിട്ട് പൊട്ടിക്കരയുകയാ. എന്തിനാണ് ആയിഷ കരയുന്നത് നബിയേ? പരലോകമൊത്തിട്ട് കരഞ്ഞതാണ് നബിയേ. ആഖിറമൊത്തിട്ട് കവിൾ തടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വന്ന ആളുകൾ അവിടെ ഞാനും നിങ്ങളും അതിൽ സമന്മാരാ. എന്തിനാണ് ആയിഷ പരലോകമൊത്തത്? അല്ലാഹുവിന്റെ റസൂലേ, തിരുദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്ത് ഞാൻ വന്നു നിൽക്കുമ്പോ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, ആ സമയത്ത് പരലോകത്ത് ആയിഷേകയാകുമ്പോ എന്നെ സഹായിക്കാൻ അങ്ങുണ്ടാകുമോ തിരുദൂതരേ? ചോദ്യത്തിന് മറുപടിയായി പരലോകത്തിന്റെ നായകന്റെ പ്രതിപ്രവചനം വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നാളെ പരലോകത്ത് മൂന്ന് സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ തിരിഞ്ഞു നോക്കില്ല ആയിഷ. വലാ തദിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. അന്ന് അവനവൻ പ്രവർത്തിച്ച കർമ്മങ്ങളല്ലാതെ ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ പറ്റാത്ത മൂന്നവസ്ഥകൾ പരലോകത്തുണ്ട് ആയിഷ. അതിലൊന്നാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ബാക്കി രണ്ടും വിശദീകരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല. ഒന്നാമതായി പറഞ്ഞത് ആയിഷ, ഈ ഭൂമിയിൽ നാം ചെയ്ത നന്മകളും തിന്മകളും അല്ലാഹു മീസാൻ എന്ന ത്രാസിൽ തൂക്കി നോക്കുന്ന സമയം, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ആയിഷ, ഒരണുമണി തൂക്കം നന്മ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീസാൻ എന്ന ത്രാസിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന സമയം, മീസാൻ എന്ന ത്രാസിന്റെ ചുവട്ടിൽ ആയിഷ, അവിടെ നീ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ നോക്കില്ല ആയിഷ, നിന്നെ ഞാൻ പരിഗണിക്കില്ല ആയിഷ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയവേ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാ. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ടാത്ത, വാപ്പയ്ക്ക് മക്കളെ വേണ്ടാത്ത, ബന്ധങ്ങളായി മാറുന്ന ഇബ്രാഹിം നബി പൊന്നുമോൻ ഇസ്മായിലിനെ കണ്ടാൽ കാണാതെ പിന്തിരിഞ്ഞു പോകുന്ന മീസാൻ എന്ന ത്രാസില് പൊന്നുമോനെ ഏറ്റവും വലിയ ഭാരം കിട്ടുന്ന അമലേടാ, ഏറ്റവും ഭാരം കിട്ടുന്ന അമലേടാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. പരമാവധി അൽഹംദുലില്ലാ പറഞ്ഞു. അത് മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരമുള്ള വാക്കാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരമുള്ള വാക്കാണ് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വഖാലു അൽഹംദുലില്ലാഹില്ലദീ
നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അള്ളാന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. 86ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്താ, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, പൊന്നുമക്കളെ പറയണം. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദ് നബി, സുലൈമാൻ നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയല്ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനേറെ സഹോദരങ്ങള്, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ടാ, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ടാ ഇത് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അള്ളാന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. 86ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്താ, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, പൊന്നുമക്കളെ പറയണം വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ.
ദാവൂദ് നബി സുലൈമാൻ നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയല്ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനേറെ സഹോദരങ്ങളെ, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ട, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ട ആ സമയത്ത് പറയണം അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്താണ് കാരണം? മിമ്മബ്തലാക ബിഹി, നിന്റെ ഈ അടിമക്ക് കൊടുത്ത രോഗം നീ എനിക്ക് നൽകിയില്ലല്ലോ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതെങ്കിലും ഒരു രോഗിയെ കാണുമ്പോ ഒരാൾ ഈ ദുആ പറഞ്ഞാൽ ആ രോഗിക്ക് വന്ന രോഗം ഇവന്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ പ്രതിരോധമേടാ, ക്യാൻസർ രോഗിയെ കാണുമ്പോ ഈ ദുആ പറയണം, ക്യാൻസർ നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഏറ്റവും വലിയ പ്രതിരോധം മന്തി കൊതുകിനെ കൊല്ലലല്ല, റബ്ബർ ചിരട്ടയെടുത്ത് കമത്തി വെക്കലല്ല. പൊന്നുമോനെ, ഈ ദുആ ക്യാൻസർ രോഗിയെ കാണുമ്പോ, ഇവിടെ അടുത്ത് ബനാത്തിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളുണ്ട്, 18 വയസ്സുള്ള പൊന്നുമോള്. അവൾ എപ്പോഴും ക്യാൻസർ രോഗികളെ കാണുമ്പോഴെല്ലാം ആ പൊന്നുമോള് പറയും അൽഹംദുലില്ലാഹ് ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച അല്ലാഹ് സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ആ പൊന്നുമോൾ ഈ ദുആ പറയും. അവൾ ഈ അടുത്ത സമയത്ത് പറഞ്ഞ കഥയാണിത്. ഒരു ദിവസം അവളുടെ വയറിന് വേദനയായി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ ആമാശയത്തിൽ ക്യാൻസറാ. എല്ലാ സ്കാനിങ്ങിലും റിസൾട്ട് അവൾക്ക് ക്യാൻസറാ. ആ പൊന്നുമോൾ പറഞ്ഞു, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ ഇല്ല. ഡോക്ടർമാര് മുഴുവനും ഉറപ്പിച്ചിട്ടും റിസൾട്ടുകൾ വന്നിട്ടും സ്കാനിൽ വന്നിട്ടും അവള് പറഞ്ഞു ഇല്ല ഇല്ല, എനിക്ക് ക്യാൻസർ വരുന്ന പ്രശ്നമില്ല. എറണാകുളം ലേക്ഷോറിൽ 2ാമത്തെ പരിശോധന നടന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞവൾക്ക് ക്യാൻസറിന്റെ പ്രശ്നമേ ഇല്ല. ഉസ്താദുമാര് ചോദിച്ചു, പത്ര മോളെ എന്തേ നിനക്ക് ക്യാൻസർ വരുമെന്ന് ഡോക്ടർ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചിട്ടും നീ അത് വരില്ല എന്ന് പറഞ്ഞിടണ്ടാ? 18 വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു, ഞാനത് എനിക്ക് ഏത് രോഗം വന്നാലും ക്യാൻസർ വരില്ലെന്ന് ഉറപ്പാ. കാരണം ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ഞാൻ ഈ ദുആ പറയാറുണ്ട്. എന്റെ ഹബീബായ മുത്തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആര് ഈ ദുആ പറഞ്ഞാലും ഏത് രോഗത്തിന്റെ പേരിലാണോ പറയുന്നത് അത് ജീവിതത്തിൽ വരില്ലെന്ന് എന്റെ ഹബീബായ മുത്തു പറഞ്ഞടാ. എന്റെ റസൂല് പറഞ്ഞത് എനിക്ക് വിശ്വാസമാ, അതുകൊണ്ടാ ഞാനത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വിഷയം വല്ലാത്ത വിശാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ പഠിക്കേണ്ട ദുആകൾ ദിക്റുകൾ, ഇതൊരു നിസ്സാര വിഷയം. ഇത് അസ്ട്രോണമി അല്ല, ഇത് ജോഗ്രഫി അല്ല, ഇത് ഫിസിക്സ് അല്ല, ഇത് വാനശാസ്ത്രത്തിന്റെ കീറലുകളല്ല, ഇത് ഐൻസ്റ്റീന്റെ തിയറിയെ കുറിച്ച് പറയലല്ല, ഇത് ജപ്പാനിലെ ഭൂകമ്പത്തെ കുറിച്ചല്ല, ഇത് ശ്രീനഗറിലെ പ്രളയത്തെ കുറിച്ചല്ല, ഇത് സുഡാനിലെ കലാപത്തെ കുറിച്ചല്ല, ഇത് സിറിയയുടെ ആഭ്യന്തര കലാപത്തെ കുറിച്ചല്ല, ഇത് ഫലസ്തീനിന്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല.
രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് 1 മണിക്കൂർ നിർത്താതെ ഞാൻ പറയുന്നുണ്ട്. വരില്ല ഒരു രോഗിയെ കാണുമ്പോ ഈ ദുആ പറഞ്ഞാൽ ആ രോഗം പറയുന്ന ആൾക്ക് വരില്ലെന്ന് ലോകത്തിന്റെ തിരുദൂതരെ ആമിനയുടെ മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു ഇത് പറയാൻ, ജീവിതത്തിൽ ഇത് പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാതിരാ സമയത്ത് നിന്റെ +1 പഠിക്കുന്ന പൊന്നുമോള് പാതിരാ സമയത്ത് അപ്പുറത്തെ ചെറുപ്പക്കാരനുമായി വാട്സപ്പിൽ അവരുടെ ഫോട്ടോ സെൻഡ് ചെയ്തു. അവരുടെ സ്വകാര്യ രഹസ്യങ്ങളെ കൈമാറി. ഉമ്മാക്ക് പ്രശ്നമില്ല, വാപ്പാക്ക് പ്രശ്നമില്ല. കാലം വലുതായില്ല ഉസ്താദേ. ചെയ്യപ്പെട്ട മകള് സെൽഫി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇന്ന് യൂത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം സെൽഫിയാ. പാതിരാ സമയത്ത് സപ്രപഞ്ചക്കട്ടിലെ ചാരി കിടന്നിട്ട് തന്റെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്ത് കാമുകന്റെ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്ത അതിൽ യാതൊരുവിധ അപാകത കാണാത്ത ഉമ്മ. ഇതൊക്കെ പടച്ചിറപ്പിന് ഇഷ്ടപ്പെട്ടതാണോ? നമ്മളിലും നമ്മുടെ മക്കളിലും നടന്നു പോയത്. ഈ മക്കള് ദുരന്തത്തിന്റെ തലമുറയായി മാറുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വരിദ്വാനുൻ മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. ആ തൃപ്തിയേക്കാൾ വലിയൊരു തൃപ്തി നമുക്ക് ഉണ്ടാവാനേ പാടില്ല. കാമുകന്റെ തൃപ്തി പാടില്ല, കാമുകിയുടെ തൃപ്തി പാടില്ല. വരിദ്വാനുൻ മിനല്ലാഹ്, എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയാ വലുത്. ആ വലുതിന് വേണ്ടി പണ്ടൊക്കെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ ഇന്ന് ബൈക്കിലിരുന്ന് പോയാലും ആ പ്രണയം ഒരു പ്രശ്നമില്ല. എന്ത് നഷ്ടപ്പെട്ടു പോയി? നമുക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയി. പണ്ടത്തെ പ്രണയം അങ്ങനെയാണോ? പണ്ടൊരു പാട്ട് തന്നെ ഇല്ലേ? രണ്ടും നമ്മുടെ മക്കളെ തമ്മിൽ നമ്മൾ പഠിപ്പിച്ചതിൽ വ്യത്യാസം വന്നു എന്നാണ്. പണ്ടൊരു പാട്ടുണ്ടല്ലോ, എന്തോന്നാണ് പറ, കാനന ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കാമുകി ചോദിക്കുക, നമ്മൾ തമ്മിൽ സ്നേഹമാണ്, കാനന ചോലയിൽ ആടുമേക്കാൻ മലഞ്ചെരുവി പോയപ്പോ ഞാനും കൂടെ വരട്ടെ. അപ്പൊ അന്ന് വയലാർ എഴുതിയതാണെങ്കിലും ആരെഴുതിയതാണെങ്കിലും വയലാറിന്റെ ഭാവനയിലുള്ള പ്രണയം പാടില്ല പാടില്ല. നമ്മളൊന്നും താനെ മറന്നൊന്നും എന്താ സിനിമാ പാട്ട് തന്നെ സാധനം. മൊയ്ലിയാർ പറഞ്ഞു നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട. അപ്പോഴും പാട്ടെഴുതിയത് വയലാറാണെങ്കിലും വയലാറിന്റെ ചിന്താഗതി എന്താ? മനസ്സിന് സ്നേഹമുണ്ടെങ്കിലും കാനനച്ചോട്ടിൽ ആരും കാണാത്ത മരത്തണലിൽ ആടുമെക്കാൻ കാമുകി എന്റെ കൂടെ വരാൻ പാടില്ല, പാടില്ല പാടില്ല. നമ്മളൊന്നും പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അപ്പൊ അന്നും ഇതൊന്നും ചെയ്തു കൂടാന്ന് തന്നെയാണ് സിനിമാ പാട്ടുകാരൻ പോലും പറഞ്ഞത്. ഇന്ന് നമ്മുടെ പാട്ടെഴുതിയത് കൊല്ലം ഷാഫിയായപ്പോ നമുക്കെന്തായി? നഗ്നമേനികൾ പാതിരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം. ഈ നഗ്നമേനികൾ പാതിരാത്രി ഒരസുമ്പ് ഉണ്ടാകുന്ന സുഖത്തിനാണ് പ്രണയം എന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ കഥ പഠിപ്പിച്ചു കൊടുത്തതാരാ? തലമുറകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായി. പറയുമ്പോ നിങ്ങൾക്ക് തോന്നരുത് എന്റെ മൊയ്ലിയാർ പറയുന്നത്. കണ്ടതും കേട്ടതുമെല്ലാം ലോകത്തിന്റെ എല്ലാവിധ ആഭാസങ്ങളും നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് വന്നു. പക്ഷേ നമുക്കതൊക്കെ വന്നപ്പോഴും അല്ലാഹുവിന്റെ തൃപ്തി അതിൽ പ്രശ്നമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ അല്ലാഹു പറയുകയാ, രാവിലെ എഴുന്നേറ്റിട്ട് മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടാവാന് നമ്മളൊക്കെ എത്രയോ പണിപ്പെടാറുണ്ട്. ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന് വന്ന ഏറ്റവും വലിയ അപജയമാ. ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാനും ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനും സിനിമാ താരങ്ങളെ വിളിക്കാറുണ്ട്. ഞാൻ ഖത്തറിൽ പോയപ്പോ അവിടെ പ്രധാനപ്പെട്ട ഒരു ജുവല്ലറി ശൃംഖലയുടെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കാവ്യാമാധവനാ. അവളുടെ കൂടെ ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ 1000 റിയാലാണ് ചാർജ് ഉള്ളത്. ഏറ്റവും വലുതായി കാവ്യാമാധവൻ എന്ന് പറയുന്ന 6 മാസക്കാലം ഒരു ഭർത്താവിന്റെ കിടപ്പറയിൽ അടങ്ങി കിടക്കാത്ത പെണ്ണിന്റെ കൂടെ ഒരു പ്രാവശ്യം ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കാ 1000 റിയാല് ചെലവെടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ എന്തുകൊണ്ടാ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാ. എന്താ അഭിലാഷം? കാവ്യാമാധവന്റെ കൂടെ ഇന്ന് മുഴുവൻ മുസ്ലിം ഹാജിയാക്കന്മാരും ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ കാവ്യാമാധവൻ
ആ ജുവലറിയുടെ ഫ്രണ്ടിൽ ഒരു റിബൺ വലിച്ചു കെട്ടും. ഈ പെണ്ണ് അവള് തന്നെ സ്വന്തം ഭർത്താവിന്റെ കൂടെ 6 മാസം അടങ്ങി കിടന്നിട്ടില്ല, വേറൊരുത്തിയുടെ ജീവിതം തകർക്കുകയും ചെയ്തു. എന്നിട്ട് തന്നെ അവിടെ വിടട്ടെ, അത് വിടട്ടെ, ഒന്നില്ലെന്ന് മാത്രമല്ല വേറൊന്നിനെ എത്തിങ്ങാനെ ആക്കുകയും ചെയ്തു. ഇതൊക്കെ ഉള്ളപ്പോഴും ആ പെണ്ണിനെ കൊണ്ടുപോയി ജുവലറിയുടെ മുമ്പിൽ റിബൺ വലിച്ചു കെട്ടി. അവള് വന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് മുറിക്കാൻ എത്ര ചാർജ്? 2 ലക്ഷം. ഒരു റിബൺ അവളൊന്ന് മുറിക്കാൻ അവളുടെ ചാർജ് 2 ലക്ഷം. നിന്റെ പ്രധാനപ്പെട്ട അവയവ മുറിച്ചുകൾ ഒസാക്കിന് 500 ഇതുവരെ തറച്ചു കൊടുത്തിട്ടില്ല. ഉണ്ടോ? ആ റിബൺ മുറിക്കാൻ 2 ലക്ഷം. അത്രയും കഷ്ടപ്പെട്ട് പ്രധാനപ്പെട്ട സാധനം മുറിച്ച ഒസാക്ക് 500 കൊടുക്കാൻ നമുക്ക് ഇപ്പോഴും വിഷമോ? കാരണം എന്താ? ഏറ്റവും വലുതായിട്ട് ചെറുപ്പക്കാരാ, നീ കാണുന്നത് ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സഹാബത്ത് ചെയ്ത ജോലി എന്താണെന്നറിയോ? അവര് മിസ്വാക്ക് ചെയ്തിട്ട് മാത്രമല്ല, വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. എന്നെ ശ്രവിക്കാനെത്തിയവര് കേൾക്കുമോ? അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ സഹാബാത്തുകൾ ചെയ്ത മറുപടി എന്താ? പടച്ചിറപ്പിന്റെ തൃപ്തി കേട്ടാൻ അവര് കൊടുത്തത് എന്തെന്നറിയോ? വമിനന്നാസി, ചില ജനങ്ങളുണ്ട്, മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. അവരവരുടെ ശരീരത്തെ പണയം വെച്ചു. എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇബ്തിഗാ മർളാത്തില്ലാ, ഇബ്തിഗാ മർളാത്തില്ലാ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ പോലെ സഹാബത്ത് കൊടുത്തെങ്കിൽ ഒരു മിസ്വാക്ക് ചെയ്താൽ റബ്ബിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ എന്തേ ചെറുപ്പക്കാരാ നമുക്ക് കഴിയുന്നില്ല? സഹാബത്ത് മുഴുവനും അവരുടെ ശരീരത്തെ കൊടുത്തതെന്തിനാ? ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംദത്തുൽ ഖറാറിന്റെ കൈ മുറിക്കപ്പെട്ടതെന്തിനാ? കാല് മുറിക്കപ്പെട്ടതെന്തിനാ? കുടൽമാല വെളിയിലോട്ട് ചാടിയതെന്തിനാ? വബിസയ്യിദി ശുഹദാഇ അമ്മിൽ മുസ്തഫ. ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ നെഞ്ചി പിളർന്നു മാറിയിട്ട് കരളി ചവച്ചു തുപ്പി കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ വഹിഷി നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കൈ വെട്ടിയെടുക്കുമ്പോ, കാല് വെട്ടിയെടുക്കുമ്പോ, നെഞ്ച് പിളർന്നിട്ട് കരളി ചവച്ചു തുപ്പുമ്പോ ഹംസാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹംസ വരുമ്പോ ആ സമയത്ത് നിന്റെ വിശാലമായ സ്വർഗം ചൂണ്ടിക്കാണിച്ചിട്ട്, നിനക്ക് സ്വർഗം വേണോ ഹംസ? വേണം റബ്ബ്. വേണോ ഹംസ? വേണം റബ്ബ്. എന്റെ സ്വർഗത്തിന് പകരമായിട്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് ഹംസ? എന്റെ തൃപ്തിയില്ലാത്തവർക്ക് സ്വർഗമില്ല ഹംസ. ആ സമയത്ത് അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടിമുറിക്കപ്പെട്ട എന്റെ കൈകാലുകൾക്ക് പകരമായി, എന്റെ ഈ ചെതിർത്തരിച്ച കരളിന്റെ കശനത്തിന് പകരമായി, എന്റെ ചിതറപ്പെട്ട രക്തത്തുള്ളികൾക്ക് പകരമായി എന്റെ സ്വർഗം നീ, നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് ഹംസക്ക് പറയാനാ. ഹംസ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത് പൊന്നുമോനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ശരീരത്തെ അവർ കൊടുത്തപ്പോ ഉഹദ് രണാങ്കണത്തിൽ ഒരു സഹാബി പറയുന്നുണ്ട്, ഒരു സഹാബിയായ ചെറുപ്പക്കാരനായ സഹാബി, അദ്ദേഹം ദിവസങ്ങളായിട്ട് പട്ടിണിയില. ആരോ കൊണ്ടുപോയിട്ട് ഒരു ഈത്തപ്പഴം കയ്യിൽ കൊടുത്തു. ആ ഈത്തപ്പഴം എടുത്തിട്ട് വിശപ്പടക്കാൻ കുറെ ദിവസങ്ങളായി പട്ടിണി കിടന്ന് വിശക്കുമ്പോ ആ സമയത്തൊന്ന് വിശപ്പടക്കാൻ ഈത്തപ്പഴം വായിലോട്ട് വെക്കുമ്പോഴാണ് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നാ. അല്ലാഹുവിന്റെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് ഓടി വരിക. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് പറയുമ്പോ സ്വർഗത്തിലേക്ക് ഓടി വരാൻ വരുമ്പോ പടച്ചറപ്പിന്റെ തൃപ്തി വിട്ടുന്ന കാര്യമല്ലേ. ഫാൽകാതംറാത്തിൻ
വഹുന്ന ഫീ യദിഹി. തന്റെ കയ്യിലിരിക്കുന്ന കാരക്ക വിശന്ന് കിട്ടിയപ്പോ ആ സമയത്ത് വായിലേക്കിട്ട കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സഹാബി പറഞ്ഞു, ഇന്നി ലാജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്. ഉഹദ് മലയുടെ മറുഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം വരുന്നു. അത് ആസ്വദിക്കാൻ എനിക്ക് തിടുക്കമായി. ആ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഈ കാരക്ക തിന്നുന്ന സമയം വരെ കാത്തിരിക്കാൻ കഴിയില്ല. ഇന്നഹാല ഹയാത്തുന തവീല. കാരക്ക തിന്നുന്ന സമയം വളരെ ദൈർഘ്യമാണ് പറഞ്ഞ് പട്ടിണി കിടന്നപ്പോ കിട്ടിയ കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയടെന്തിനാ? വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാ. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ വരിളുവാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുതായി കരുതുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പോരയിടത്ത് താമസിക്കുന്ന യൗവനത്തിന്റെ കരുത്തുറ്റ പ്രതീകമായ ചെറുപ്പക്കാരാ, എന്തേ പടച്ചറപ്പിന്റെ തൃപ്തി നിനക്ക് ഇഷ്ടമല്ല? അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് വലുതാകുന്നില്ല. നിന്റെ പാർട്ടിയുടെ തൃപ്തി നിനക്ക് വലുതാ. ഇവിടെ ധാരാളം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടാകും, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടാകും, KSUവിന്റെ പ്രവർത്തകരുണ്ടാവും, SDP-യുടെ പ്രവർത്തകരുണ്ടാവും, ധാരാവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരെ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർക്സിസ്റ്റുകാരൻ മാർക്സിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ, ഓരോ പാർട്ടിക്കാരും അതിൽ പ്രവർത്തിക്കട്ടെ. പക്ഷേ പോരയിടത്ത് പടച്ചറപ്പിനിഷ്ടമുള്ളൊരു കാര്യം വന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ പോരയിടത്തെ പ്രിയപ്പെട്ട കർമ്മോത്സകരായ പൊന്നു ചെറുപ്പക്കാരാ, അവിടെ ഏറ്റവും വലുത് കോൺഗ്രസ് അല്ല, അവിടെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അവിടെ ഏറ്റവും വലിയ നമ്മൾ സിന്ദാബാദ് വിളിച്ച പാർട്ടിയല്ല. അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ വരിളുവാനും മിനല്ലാഹ്, പടച്ചറപ്പിന്റെ തൃപ്തിയാവലത്. അതിന് കോൺഗ്രസിന്റെ വ്യത്യാസമില്ല, മാർക്സിസ്റ്റിന്റെ വ്യത്യാസമില്ല. അതിന് പ്രവർത്തിക്കുന്നവർ അവരതിൽ തന്നെ പ്രവർത്തിക്കട്ടെ. പക്ഷെ അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ, ദീനിന്റെ കാര്യം വരുമ്പോ, മഹലിന്റെ കാര്യം വരുമ്പോ, പള്ളിയുടെ കാര്യം വരുമ്പോ ഏറ്റവും വലുതേടാ വരിളുവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ. നിങ്ങൾക്കൊരു വിഷമവും തോന്നണ്ട. കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർക്സിസ്റ്റുകാരൻ മാർക്സിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ. പക്ഷെ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ അതിൽ അല്ലാഹുവിന്റെ തൃപ്തി വലുതാകട്ടെ. ഞാൻ വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് ഒരു നാട്ടുവർത്താനം പോലും പറയാതെ പെട്ടെന്ന് വിഷയം പറഞ്ഞു പോവാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹഫിള സുന്നതി, ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ എന്റെ ഒരു സുന്നത്ത് നിലനിർത്തിയാൽ, അക്രമഹുല്ലാഹു ബി അർബഇ ഖിസാൽ, 4 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കുമെന്ന്, അവളെ ബഹുമാനിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തി ശപിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആരെങ്കിലും നിലനിർത്തിയാൽ 4 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ ദുനിയാവിൽ തന്നെ ബഹുമാനിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ഉറക്കപ്പറ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലയോ? ആ സുന്നത്തുള്ളവനല്ലയോ നാളെ മഹ്ശറയുടെ ശഫാഅത്ത് കിട്ടുക? അവനല്ലയോ വസീലയുടെ നായകനെ കിട്ടുക? അവനല്ലയോ അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടുക? പൊന്നുപോലെ മമ്മൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാ, അവർക്ക് വേണ്ടി നീ എത്ര സ്നേഹിച്ചാലും, അവരുടെ നാമം നീ 1000 വട്ടം പറഞ്ഞാലും, അവരുടെ സിനിമ കാണാൻ നീ ആദ്യം തിയേറ്ററിൽ കയറിയാലും, മമ്മൂട്ടി പോകുന്ന വാഹനത്തിന്റെ പുറകെ ഒരു ഫാൻസുകാരൻ പോയപ്പോ അവന് മമ്മൂട്ടിയെ കാണാനിട്ടവാ തൊടാൻ വല്ലാത്ത കൊതിയാ. വാഹനം നിർത്തിയിട്ട് തന്നെ ഒന്ന് തൊടാൻ വരുന്നവനെ മമ്മൂട്ടി വലത് കൈകൊണ്ട് അടിച്ചോടിച്ചെങ്കിൽ പൊന്നുമോനെ മമ്മൂട്ടിക്ക് വേണ്ടി സിംബാവാദ് വിളിക്കുന്നവനെ ദുനിയാവിലൊന്ന് തൊടാൻ പോയപ്പോ മമ്മൂട്ടി കരണത്തടിച്ചെങ്കിൽ
സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മോഹൻലാലിന്റെ കയ്യിൽ തൊടാൻ പോയ ഫാൻസുകാരനെ മോഹൻലാൽ വലിച്ചു തൂക്കിയെറിഞ്ഞെങ്കിൽ ഈ ഭൗതിക ദൈവങ്ങൾ നിന്നെ വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് നീ ജീവിതത്തിൽ ഹയാത്താക്കിയോ? ആരാരുമില്ലാത്ത പരലോകത്ത് നീ ഇങ്ങനെ നിൽക്കുമ്പോ ആ സമയത്ത് അശ്ശഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇനല്ലാഹ സയ്യിദി ഖൈറൻ നബി. ആ സമയത്ത് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ഹൗദ് കൗസറിന്റെ ഓരത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഏത് സമയത്തും നമ്മളെ കാത്തുനിൽക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൂടെയോ? അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൂടെയോ? ഉഖബാ തെരീ ഗലീമേ യൗഖറാ തെരീ ഗലീമേ. മദീനയുടെ നായകനെ, ആഖിറത്തിന്റെ പിടിവള്ളിയെ, ശഫാഅത്തിന്റെ നായകനെ, വസീലയുടെ ഉടമസ്ഥനെ, ആമിനയുടെ മുത്തുമോനെ, ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉപ്പയെ, ലോകത്തിന്റെ തിരുദൂതരെ, ഉജാല ജിസ്കാ ദോദഹാ മേ വോ മേരി ആഖാ की रोशनी है, उनकी कदमों की बरकतों से ये जिंदगी आज जिंदगी है. എന്റെ പ്രവാചകനില്ലായിരുന്നെങ്കിൽ ഈ ജീവിതം ഒരു ജീവിതമാകുമായിരുന്നുവോ? മദീനയില്ലാത്ത ലോകം എന്ത് ലോകമാണ്? പാരീസിനെന്ത് സൗന്ദര്യം, വെനീസിനെന്ത് സൗന്ദര്യം, ലോസ് ആഞ്ചലസിനെന്ത് മാടകത്വം. ഈ ലോകത്തിന്റെ സൗന്ദര്യം മദീനയാണ്. പച്ചക്കുപ്പയാണ്. പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് ശോഭ.